ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ. മഴ കളിച്ച പോരാട്ടത്തിൽ സ്വന്തം തട്ടകത്തിൽ വീണ്ടും പരാജയപ്പെട്ട് RCB. കഴിഞ്ഞ ദിവസം നടന്ന ത്രില്ലർ പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സാണ് RCB നിലവിൽ പോയിന്റ് ടേബിളിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ആദ്യ നാലിലുള്ള രണ്ട് വമ്പന്മാർ ഏറ്റുമുട്ടിയ പോരാട്ടത്തിൽ 5 വിക്കറ്റിനായിരുന്നു 11 പന്തുകൾ ശേഷിക്കെ RCBയെ സ്വന്തം തട്ടകത്തിൽ പഞ്ചാബ് കിങ്സ് തീർത്തുവിട്ടത്. മഴ മൂലം 14 ഓവറായി ചുരുക്കിയ പോരാട്ടത്തിൽ ആദ്യം ബാറ്റ് RCB 9 വിക്കറ്റ് നഷ്ടത്തിൽ 95 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ പഞ്ചാബ് കിങ്സ് ഒരു മോശം തുടക്കമായിരുന്നു ലഭിച്ചത്. തുടർച്ചയായിട്ട് വിക്കറ്റുകൾ നഷ്ടപ്പെടുകയും എന്നാൽ വാലറ്റത്ത് ചേർത്തിരുന്ന യുവതാരം നെഹൽ വധേരയുടെ ബാറ്റിംഗ് കരുത്തിൽ 12.1 ഓവറിൽ അനായാസം 5 വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി PBKC ലക്ഷ്യത്തിലേക്ക് എത്തുകയായിരുന്നു. സോ അങ്ങനെ 11 പന്തുകൾ ശേഷിക്കെ 5 വിക്കറ്റിനായിരുന്നു മഴ മൂലം 14 ഓവറായി ചുരുക്കിയ പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സ് RCB ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തകർത്ത് വിട്ടത്. സോ ഈ ഒരു സീസണിൽ RCB ഇതുവരെ തോറ്റത് 3 മത്സരങ്ങളാണ്. ആ 3 മത്സരങ്ങളും തോറ്റത് സ്വന്തം തട്ടകമായിട്ടുള്ള ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. തോറ്റെങ്കിലും മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് RCBയുടെ വെടിക്കെട്ട് താരം ടീം ഡേവിഡാണ്. 26 പന്തിൽ പുറത്താവാതെ 50 റൺസാണ് അദ്ദേഹം നേടിയത്. ക്യാപ്റ്റൻ രജത് പടിദാർ 23, ഭുവനേശ്വർ കുമാർ 8 റൺസുമാണ് നേടിയത്. എന്നിരുന്നാലും മറ്റ് പ്രധാനപ്പെട്ട ബാറ്റർമാർ നിറം മങ്ങിപ്പോയത് RCBക്ക് പ്രധാനപ്പെട്ട തിരിച്ചടി തന്നെയാണ്. എസ്പെഷ്യലി നമുക്കറിയാം RCBയുടെ ഓപ്പണിംഗ് തന്നെ വെടിക്കെട്ട് കോംബോയാണ് ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയും. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു കോംബോയ്ക്ക് പക്ഷേ കാര്യമായിട്ടുള്ള പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. പഞ്ചാബിന് വേണ്ടി മാർക്കോ ജോൺസൺ 2, യുസ്വേന്ദ്ര ചഹൽ, അർഷ്ദീപ് സിംഗ് എന്നിവർ 2 വിക്കറ്റ് നേടിയിട്ടുണ്ട്. മറുപടി ബാറ്റിംഗിൽ PBKCയുടെ തുടക്കം അത്ര എളുപ്പമായിരുന്നില്ല. തുടർച്ചയായിട്ട് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിൽ പോലും യുവതാരം നെഹൽ വധേരയുടെ ബാറ്റിംഗ് കരുത്താണ് പഞ്ചാബിന് വിജയമൊരുക്കിയത്. 19 പന്തിൽ 33 റൺസ് എടുത്ത് പുറത്താവാതെ താരം നിൽപ്പുണ്ടായിരുന്നു. പ്രിയാൻഷ് ആര്യ 16, ജോഷ് ഇംഗ്ലിസ് 14 റൺസും നേടിയിട്ടുണ്ട്. RCBക്ക് വേണ്ടി ജോഷ് ഹേസൽവുഡ് 3, ഭുവനേശ്വർ കുമാർ 2 വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട്. സോ പരാജയപ്പെട്ടതോടുകൂടി പോയിന്റ് ടേബിളിൽ ഒരു സ്ഥാനം താഴോട്ടിറങ്ങി RCB നിലവിൽ 4ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. മത്സരത്തിൽ ജയിച്ചതോടുകൂടി ഡൽഹി ക്യാപിറ്റൽസിനെ പിന്തള്ളിക്കൊണ്ട് പഞ്ചാബ് കിങ്സ് പോയിന്റ് ടേബിളിൻ്റെ 2ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.